എന്തൊക്കെ അസുഖമല്ലല്ലോ ഇപ്പോൾ മിക്കവാറും ആൾക്കാർ ഉപയോഗിക്കുന്ന ഫോണ് ഒന്നിക്ക് 4 GB അല്ലെങ്കിൽ 6 GB 8 GB ഒക്കെ റാമുള്ളതായിരിക്കും. എത്ര GB റാമുള്ളതായാലും ഈ റാം മെമ്മറി അങ്ങ് ഫുള്ളാകും. അങ്ങനെ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കും. ഇങ്ങനെ ആപ്ലിക്കേഷൻസ് കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന നേരം ഇത് മുഴുവനും എടുക്കുന്നത് റാം മെമ്മറിയാണ്. അപ്പൊ റാം മെമ്മറി ഫുള്ളാകും. ഒരു 70-50% ഫുള്ളാകുമ്പോഴേക്ക് തന്നെ ഫോണിന്റെ സ്പീഡ് കുറയും, ഹാങ് ആവും, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ നിങ്ങൾ പറയും എന്റെ ഫോണ് റാം മെമ്മറി എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളതാണ്. അത് ഈ ഫോൺ കമ്പനിന്റെ ഒരു ഗിമ്മിക്ക് മാത്രമല്ലോ. അതായത് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാല് 6 GB റാമുള്ള ഒരു ഫോണ് 6 GB കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന 6 GB എടുക്കുന്നത് നമ്മളെ ഫോൺ മെമ്മറിയിൽ നിന്നാണ്, അതായത് ഇന്റർണൽ സ്റ്റോറേജിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം നമ്മളെ ഫോണിന്റെ റാമിന്റെ അതേ സ്പീഡ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നേരം കിട്ടുക. അപ്പൊ അങ്ങനെ ഇതൊന്ന് ഫ്രീ ആക്കും. ഇത് ഫ്രീ ആക്കാനുള്ള ഒരു അടിപൊളി വഴിയാണ് ഇന്നത്തെ ഈ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. ആടുന്ന് ഇവിടുന്ന് കണ്ടിട്ട് ശരിയാകില്ല, മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുക. സംഭവം ഒന്നുമില്ല, നിങ്ങളെ ഫോണിലുള്ള പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ഒക്കെ ഏത് ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു മെമ്മറി കാർഡിലേക്ക് മാറ്റാം. അങ്ങനെ ഫോണിന്റെ റാം മെമ്മറി നമുക്ക് ഫ്രീ ആക്കി എടുക്കാം. അപ്പൊ നിങ്ങൾ പറയും എന്റെ ഫോണിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ല. ഇപ്പൊ വാട്സപ്പിൽ ഒരുപാട് GB ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ മെമ്മറി കാർഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഫ്രീ ആയി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്റെ ഫോണിൽ വാട്സപ്പിന്റെ ഇൻഫോ ഓപ്ഷൻ ഓപ്പൺ ചെയ്താൽ അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാന്ന്. അതിനൊരു സെറ്റിങ്സ് ചെയ്യാനുണ്ട്. വാട്സപ്പിലല്ല, ഏത് ആപ്ലിക്കേഷനും നമുക്ക് മെമ്മറി കാർഡിലേക്ക് മാറ്റാനുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്. അതെന്താണെന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുക. ആദ്യം നിങ്ങളൊരു മെമ്മറി കാർഡ് വാങ്ങി ഫോണിൽ ഇടുക. ഫോണിൽ മെമ്മറി കാർഡ് ഇടുന്നേരം ശ്രദ്ധിക്കുക, നല്ല ബ്രാൻഡിന്റെ നല്ലത് തന്നെ വാങ്ങിയിടുക. ക്ലാസ് 10 ആയിക്കോട്ടെ, സ്പീഡാവും. ലോക്കൽ മെമ്മറി കാർഡൊക്കെ പൈസ കുറവ് നോക്കിയിട്ട് ലോക്കൽ മെമ്മറി കാർഡൊക്കെ വാങ്ങിയിട്ടാൽ നമ്മളെ ഡാറ്റ നഷ്ടപ്പെടുകയും ചെയ്യും, സ്പീഡ് കുറയുകയും ചെയ്യും, അങ്ങനെ പല പ്രശ്നവും വരും. അപ്പം നല്ലത് നോക്കി വാങ്ങിയിടുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക. ഡെവലപ്പർ ഓപ്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് അറിയാവോ? നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞതാണ്. അറിഞ്ഞൂടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങളെ ഫോണിൻ്റെ എബൌട്ട് ഫോണിൽ ഓരോ ഫോണിൻ്റെ മോഡലിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഈ സാംസങ്ങിൻ്റെ ഒക്കെ ഫോണിൽ ബിൽഡ് നമ്പറിലാണ് ഉണ്ടാകുക. അത് ഈ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നുള്ളിടത്തിൽ ബിൽഡ് നമ്പർ കാണും. ഇതാ ബിൽഡ് നമ്പർ. ചില ഫോണുകളിൽ MIUI വെർഷൻ ഉണ്ടാകുക, അതും സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിലാണ് ഉണ്ടാകുക. ഏതായാലും ഇതിൽ ഒരു 7 പ്രാവശ്യം 6 പ്രാവശ്യം നിൽക്കാണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആവും. ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഇവിടെ ഉണ്ട്. നിങ്ങളെ ഫോണിൽ എവിടെയാണ് ഇത് വന്ന് കിടക്കുന്നതെന്ന് നോക്കിയെടുക്കുക. ചിലപ്പോൾ അഡ്വാൻസ്ഡ് സെറ്റിങ്സിലൊക്കെ ആയിരിക്കും. അതിവിടെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, മേലെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഡെവലപ്പർ ഓപ്ഷൻ. എന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് കുറേ താഴെ ഭാഗത്തേക്ക് പോവുക. കുറച്ചങ്ങ് താഴെ പോട്ടെ, ചില ഫോണിൽ അധികം താഴെ ആയിക്കല്ലോ കേട്ടോ, നോക്കിയെടുത്താൽ മതി. ഇതിൽ വോയിസ് അലോ ആപ്സ് ഓൺ എക്സ്റ്റേണൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. എന്തെന്നാ വോയിസ് അലോ ആപ്സ് ഓൺ എക്സ്റ്റേണൽ. ഇത് ഓഫിലുണ്ടാകുക, ഒന്ന് ഓണാക്കിയിട്ടേക്കുക. അതൊന്ന് ഓണാക്കി കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് ആപ്ലിക്കേഷൻ ആ ഭാഗം എടുക്കുക. ആപ്സ് ആപ്ലിക്കേഷൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ ആമസോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആമസോൺ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ. ഇതൊരു എക്സാമ്പിളാണ്. സ്റ്റോറേജ് എന്നുള്ള ഭാഗം എടുക്കുക. അതിൻ്റെ ആമസോണിൻ്റെ ആപ്പ് ഇൻഫോയിൽ സ്റ്റോറേജ്, ഈ സ്റ്റോറേജ് ഓപ്പൺ ചെയ്താൽ കാണാം ഇവിടെ ചേഞ്ച് എന്നുള്ള ഒരു ഭാഗം വന്നത്. ഈ ചേഞ്ച് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് SD കാർഡിലേക്ക് ഇത് മാറ്റാം. ഞാൻ ഇതൊന്ന് മാറ്റി നോക്കട്ടെ. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജിലാണ് ഇപ്പോൾ ഉള്ളത്, അത് SD കാർഡിലേക്ക് മാറ്റിയിട്ട് മൂവ് കൊടുത്തു കഴിഞ്ഞാൽ അത് മൂവ് ആകുന്ന ചെറിയൊരു ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് SD കാർഡിലേക്ക് മാറിക്കഴിഞ്ഞ്. പിന്നെ നമ്മളെ ഫോൺ സ്റ്റോറേജും ഇതായിട്ടൊരു ബന്ധം ഉണ്ടാകില്ല. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ നമ്മൾ SD കാർഡിലേക്ക് ആപ്ലിക്കേഷൻസ് മാറ്റിയിട്ട് ആ SD കാർഡ് ഫോൺ നൂറിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യല്ലേ. വീണ്ടും ആ SD കാർഡ് ഇൻസേർട്ട് ചെയ്താലാണ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യും. സംഭവം തിരിഞ്ഞിക്കോ? തിരിഞ്ഞോലിക്ക് തിരിയും, അല്ലാത്തൊരിക്ക് നട്ടം തിരിയും. ആമസോൺ നമ്മൾ മാറ്റിയില്ലേ, ഇനിയിപ്പം വേറൊരു ആപ്പ് കൂടി നോക്കുക. നമ്മൾ വാട്സപ്പ് ഒന്ന് തുറന്ന് നോക്കുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ ആ സ്റ്റോറേജ് എന്നുള്ള ഭാഗം എടുത്ത് ഇവിടെ കണ്ടോ ചേഞ്ച്, ഇതും നമുക്ക് SD കാർഡിലേക്ക് മാറ്റാം. ഇതെന്നല്ല, മിക്കവാറും ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഒരുവിധം ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ മാറ്റാനാവും. എങ്ങനെയുണ്ട് ഈ വീഡിയോ? നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു കമന്റ് ചെയ്യുക. ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ഉപകാരപ്പെടുന്ന ചങ്ങായി പറഞ്ഞാൽ ഒരിക്കലും ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.